യാതൊരു കാര്യവുമില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ചെയ്യേണ്ട കാര്യമുള്ളൂ. പേടി കൊണ്ട് ബോഡി ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ആയി. അതിനുവേണ്ട മെഡിസിനും ടോണിക്കും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊരു 2 ദിവസത്തേക്ക് കഴിക്കുക. ഓക്കെ, ബോധം തെളിഞ്ഞ ഉടനെ ഡിസ്ചാർജ് ചെയ്തേക്കാം. നിങ്ങളെ മെഡിസിൻസ് ഒക്കെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോ? കുട്ടിയെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് പോയി കാണാം. ഓക്കെ. ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വാ. എവിടെയാ ഫാർമസി? നേരെ പോയിട്ട് ലെഫ്റ്റിൽ പോയാ മതി. ശരി, ഓക്കെ. വിജി, ഞാൻ നിന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അല്ല, നീ ഇവിടെ? കുഞ്ഞുണ്ടാവുന്ന കാര്യത്തിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റിന് പോകാന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതിന്റെ കാര്യം സംസാരിക്കാനാ വന്നേ. അല്ല, നീ എന്തിനാ ഇവിടെ വന്നേ? അത് സ്കൂളില് കവിനെന്നൊരു പയ്യനില്ലേ, അവൻ പറഞ്ഞിട്ട് അവന്റെ അമ്മ നിലമോളെ മാസ്ക് ഇട്ട് പേടിപ്പിച്ചായിരുന്നു. അവള് ബോധം കെട്ട് വീണു. അവര് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കാം. അയ്യോ, എന്തേ പറയുന്നേ? ഇത്രയൊക്കെ ഉണ്ടായോ? അതേടി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി സ്കൂളിൽ പോയപ്പോഴാ ഇങ്ങനൊരു കാര്യം നടന്നത് പോലും അറിയുന്നത്. എന്റെ ജീവൻ പോകുന്ന പോലെയായി. നില ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പേടിക്കും. ഇവരെ തമാശയ്ക്ക് ചെയ്ത കാര്യം എന്റെ മോളെ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചു. എന്തോ ഈശ്വര ഭാഗ്യത്തിന് പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ആ കൊച്ചിന്റെ അമ്മയെ വിളിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ശരിക്കും അവരോട് 2 വർത്താനം പറയേണ്ടതായിരുന്നു. അവരെ കണ്ട ഉടനെ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാനും കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചത്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറ? ഈ കുട്ടി തമാശ കളിക്കുകയാണെന്ന് പറഞ്ഞ അവന്റെ അമ്മയ്ക്ക് പോലും പക്വതയില്ലാതെ പോയല്ലോ. ശരി, ഇപ്പൊ നീലയുടെ അവസ്ഥ എന്താ? അവളിപ്പോ ICUലാ ഉള്ളത്. ഞാൻ അവൾക്ക് മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ശരി, എന്നാ ഞാൻ നീലയുടെ അടുത്തുണ്ടാവും. നീ പോയി മെഡിസിൻ വാങ്ങിട്ട് വാ. ഏത് മുറിയിലുള്ളേ? അത് ICUന്ന് ഇപ്പം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകണത്രേ. ഏത് വാർഡാണെന്ന് ചോദിക്കാമോ? ശരി, ഞാൻ ചോദിച്ചിട്ട് പോയിക്കോളാം. നീ മെഡിസിൻ വാങ്ങിട്ട് വാ. ശരി. ഒരു കൊച്ചുകുട്ടി ബോധം കെട്ട്. ഒരു മിനിറ്റ് സർ. സർ, 2nd ഫ്ലോർ ആണ്. താങ്ക് യു. മോനെ, നീ എന്ത് പണിയാ ചെയ്തേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുക. ഇവൻ കൊച്ചു ചേർക്കല്ലേ? ഇവൻ പറയുന്നത് കേട്ടിട്ട് നീ ഇവന്റെ കൂടെ ചേർന്ന് എന്തിനാ ഇങ്ങനെ? അല്ല, അത് പിന്നെ വിക്രം, ഞാൻ അറിയാതെ. അവിടെയുള്ള നിക്ക്, ഞാൻ പോയി കണ്ടിട്ട് വരാം. അയ്യോ, അതുകൊണ്ട് എന്റെ അമ്മയുടെ അടുത്തും സോറി പറയണം. നാളെ വരാതെ എങ്ങാനും എസ്കേപ്പ് ആയാലല്ലേ പിന്നെ ഉണ്ടല്ലോ ഡിഷു ആയിരിക്കും. അത് ശരി. കവൻ ഈ കുട്ടിയോടാണോ വഴക്കുണ്ടാക്കിയത്? ആരാ നിങ്ങള്? ഞാൻ കവിന്റെ ഫാദറാ. സർ, എന്തൊരു വെറുതെ അവൻ കാണിച്ചത്. എപ്പോഴും അവനിങ്ങനെ കുരുത്തക്കേട് കാണിക്കാം. എപ്പോ നോക്കിയാലും നിലയോട് പ്രശ്നം ഉണ്ടാക്കുന്നത് അവന്റെ സ്ഥിരം പരിപാടിയാ.
നിങ്ങൾക്ക് അവനെ ഒന്ന് ഉപദേശിച്ചൂടെ? ഛേ, ഇവൻ കാരണം നിലയുടെ അമ്മ എന്നെ വഴക്ക് പറയാണല്ലോ.